ഹേ ഗായ്സ്, ദി ഒഡിസി. റൈറ്റ് ആൻഡ് ഡയറക്ടർ സാക്ഷാൽ ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ്. പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വേണമെങ്കിൽ മാറ്റ് ഡേമൻ, റോബർട്ട് പാറ്റിൻസൺ, ടോം ഹോളണ്ട്, ആനി ഹാത്തവേ ഒരു വമ്പൻ കാസ്റ്റിംഗ് കൂടി ചിത്രത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു സിനിമ കാണാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്റ്റഫർ നോളൻ മൂവി തന്നെയാണ്. കാരണം ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം, ഒരുപാട് കോൺട്രവേഴ്സീസ്, ഒരെണ്ണം ഒന്നുമില്ല, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത്. കാരണം ഫസ്റ്റത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലന സ്പാർട്ടയായിട്ടുള്ള ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ്, അതായത് ലുപ്പിറ്റ നിയോങ്കോ, അതായത് നമ്മുടെ ബ്ലാക്ക് പാന്തറിലെ ടീച്ചറുടെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ, പുള്ളിക്കാരിയാണ് ഇതിനകത്ത് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു വിവാദമായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ എലിയറ്റ് കേജ് പുള്ളിക്കാരനാണ് അക്കിലീസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അല്ല, ഫോർച്ചുനേറ്റ്ലി അല്ല. പിന്നെ ഇതിൻ്റെ ഒരു കൾച്ചർ, ആക്സെൻ്റ്, അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാസ്റ്റിംഗ് ഒന്നും ഈ സിനിമയുടെ അവസാനത്തെ ഒട്ടും ബാധിക്കുന്നില്ല. അത് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ, അതായത് ഹെലൻ സ്പാർട്ടയായിട്ട് അഭിനയിക്കുന്ന ലുപ്പിറ്റൻ നെയ്ങ്കോടെയൊക്കെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രീൻ ടൈമിൽ കൂടിയ ടൈം ചിലപ്പോൾ ബോറാവുമായിരുന്നു. കാരണം പറയാലോ, ഈ ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് ഈ ഹെലൻ ഓഫ് ട്രോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇത് വളരെ കുറച്ച് സ്ക്രീൻ ടൈമുള്ളൂ. കാരണം ഈ ഒരു സ്റ്റോറി, ഈ സിനിമ സംസാരിച്ചു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രോജൻ വാറിന് ശേഷം 10 വർഷത്തെ വാറിന് ശേഷം അവർ തിരിച്ച് അവരുടെ കൺട്രിയിലോട്ട് പോകുന്ന അതിനകത്ത് ഇടയ്ക്ക് നടക്കുന്ന അഡ്വഞ്ചേഴ്സാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ അതൊരു റേസിസമോ അങ്ങനത്തെ സംഭവമല്ല, അവരുടെ കളറോ അങ്ങനെ നോക്കിയിട്ടുള്ളൊരു പ്രശ്നമല്ല ശരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു എഗ് പപ്സ് ഓർഡർ ചെയ്തു. എഗ് പപ്സിൻ്റെ ആ ഒരു മുട്ടയ്ക്ക് വരെ അതിൻ്റെ ഉള്ള അതൊരു ചിക്കൻ കയറ്റി വെച്ച് എങ്ങനെ ഇരിക്കും, അതേപോലെ ഇരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ അതിലും നല്ലൊരു സാധനമായിരിക്കും, പക്ഷേ രണ്ടും പിന്നെ അത് എഗ് പപ്സേ ആയിരിക്കില്ല. അപ്പോൾ അതേപോലെ ഇത് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് മിത്തോളജിയാണ്. അപ്പോൾ അതുമായിട്ടൊരു ബന്ധവും ഇല്ലാതായിരിക്കുമ്പോൾ അതൊരു അട്ടർ മിസ്കാസ്റ്റ് അങ്ങനെ രീതിയിലാവും. പക്ഷേ ഈ ഒരു സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ ഈ ക്യാരക്ടേഴ്സിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ആസ്വാദനത്തെ ബാധിക്കുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. കിങ് ഒഡീഷ്യസിനെ കാണിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തെ ട്രോജൻ വാറിന് ശേഷം പുള്ളിയുടെ സ്വന്തം രാജ്യമായ ഇത്താക്കയിലേക്ക് തിരിച്ചു പോകുന്ന ജേണി, അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, പുള്ളിക്ക് നേരിട്ട് വരുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്രൈസിസ്, അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രീക്ക് മിത്തോളജി ആയതുകൊണ്ട് തന്നെ ഗോഡ്സ്, മോൺസ്റ്റേഴ്സ്, പിന്നെ മിത്തിക്കൽ ബീയിങ്സ്, അങ്ങനത്തെ ഒരുപാട് എൻറ്റിറ്റീസ് സിനിമയിലുണ്ട്. പക്ഷെ അതെല്ലാം റിയലിസ്റ്റിക് ആയിട്ടും പിന്നെ ഒരുപാട് നല്ല കൺവിൻസിങ് ആയിട്ട് എടുക്കാനായിട്ട് ഓഫ് കോഴ്സ് ക്രിസ്റ്റഫർ നോളനാണ് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു മിത്തോളജിയാണ്, റിയാലിറ്റിയും കൂടിയാണ്. ഇത് രണ്ടും കൂടി പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഇൻകൺവീനിയൻസ് ഏതെങ്കിലും ഒരു സീൻ കാണുമ്പോൾ, കാരണം മാജിക് ഈസ് നോർമൽ ബട്ട് റിയാലിറ്റിയും കൂടിയാണ്. നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മൂവ്മെൻറ്റ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. അത്രയും കൺവീനിയൻ്റ് ആയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സീൻ എന്ന് പറഞ്ഞൊരു ഗുഹേനകത്ത് വെച്ചുള്ള ഒരു ഹൊറർ മൂവ്മെൻ്റ് ഉണ്ട്. വളരെ അടിപൊളിയാണ്. അത് നിങ്ങൾ മിക്കവാറും കാണുന്ന എല്ലാവരും ഒരു ഫേവറേറ്റ് സീൻ ആയത്, നമ്മൾ സിനിമ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സീനായിരിക്കും അത്. വേറെ ഒന്നുമില്ലാതെ നിങ്ങൾ ബുക്സ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയിക്കും. അതായത് ഇതിൻ്റെ ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സൈക്ലോപ്സ് എന്ന് പറഞ്ഞൊരു 1 eyed മോൺസ്റ്റർ ഉണ്ട്. അതായത് ആ ഒരു മോൺസ്റ്ററിനെ ഒഡീഷ്യസും പുള്ളിയുടെ സോൾജേഴ്സും അവർ ഈ കേവിലോട്ട് കയറി പോകുമ്പോൾ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആ ഒരു സറൗണ്ടിങ്സ് വെച്ചാൽ ഒരു ഡാർക്ക് ഒക്കെ ആയിട്ട് എടുത്ത് നല്ലൊരു കിടിലൻ മൂവ്മെൻറ്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ഹൊറർ എലമെൻറ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ആ കളർ ഗ്രേഡിങ് എല്ലാം കൊണ്ടും ആ ഒരു മൂവ്മെൻറ്റ് എല്ലാം കൊണ്ടും നല്ല അത്രയൊരു ഹൈ നമുക്ക് ആ ഒരു സീൻ കാണാൻ കിട്ടും. ഈ ഒരു സൈക്ലോപ്സ് എന്ന് പറഞ്ഞ മോൺസ്റ്ററിന്റെ ഫാദറാണ് ശരിക്കും പൊസൈഡൻ എന്ന് പറഞ്ഞ ഗ്രീക്ക് ഗോഡ്. നിങ്ങൾക്ക് ഗ്രീക്ക് ഗോഡ്സിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ആ മൂവ്മെന്റ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് പൊസൈഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടലിലെയൊക്കെ ദൈവമാണ്. പുള്ളിക്ക് കടലിലെ വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും എനിക്ക് തോന്നുന്നു. അതായത് പൊസൈഡൻ, സ്യൂസ്, അങ്ങനെ അവരൊക്കെ. പൊസൈഡൻ എന്ന് പറയുന്നത് സൈക്ലോപ്സിന്റെ ഫാദറാണ്. അപ്പോൾ പുള്ളി ഈ ഇവരുടെ ഈ ജേണിനകത്ത് കടലിലൂടെയുള്ള ഒഡീഷ്യസിന്റെ ജേണിനകത്ത് ഇവർക്ക് പണിയെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഗ്രീക്ക് ഗോഡ്സിനെ കുറിച്ചൊക്കെ അറിയാം, അത്തേന അതൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നൈസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒഡീഷ്യസിന്റെ ഈ റിട്ടേൺ ജേണി നടക്കുന്ന അതേ സമയത്ത് തന്നെ പുള്ളിയുടെ കിങ്ഡം ആയിട്ടുള്ള ഇത്താക്കിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഒരു രാജാവിന്റെ അസാന്നിധ്യത്തിൽ, അതായത് ഓൾറെഡി പുള്ളിക്കാരൻ 10 വർഷമാണ് ട്രോജൻ വാർ നടന്നത്. പിന്നെ പുള്ളിക്ക് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് 10 വർഷം, അങ്ങനെ 20 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും നാളൊരു കിങ് ഇല്ലാത്ത കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇൻവേഡേഴ്സിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഭാര്യ പെനലോപ്പും പിന്നെ പുള്ളിയുടെ മോനും കൂടി ഇതെല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഒഡീഷ്യസ് തിരിച്ചു വരും എന്നുള്ള ഹോപ്പിനകത്ത് അവരെല്ലാം പെർഫോമൻസ് എല്ലാം അടിപൊളി. പെർഫോമൻസിലോട്ട് വരുമ്പോൾ അടിപൊളിയാണ്. അതായത് ടോം ഹോളണ്ടിൻ്റെ ആയാലും മാറ്റ് ഡേമൻ്റെ ആയാലും എല്ലാവരുടെയും പെർഫോമൻസ്, പിന്നെ റോബർട്ട് പാറ്റിൻസൻ്റെയും പെർഫോമൻസ് എടുത്തു പറയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആണ്. ഞാൻ പ്രതീക്ഷേനേക്കാൾ സെറ്റപ്പായിട്ട് ഇവർ 3 പേരും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, വിഷ്വൽസ്, സൗണ്ട് എല്ലാം പെർഫെക്റ്റ് എന്ന് തന്നെ പറയണം. അത്ര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചൊരു കിടിലം വിഷ്വൽസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇതൊരു മിത്തോളജിയാണ്, റിയാലിറ്റിയാണ്, എല്ലാം കൂടി മിക്സ് ചെയ്താൽ അത് കാണിക്കുന്ന വിഷ്വൽസ്, ഓരോ സ്ഥലങ്ങളെല്ലാം നമുക്ക് പെർഫെക്റ്റ്ലി കൺവിൻസിങ് ആണ്. അത്ര അടിപൊളിയായിട്ടാണ് സൗണ്ടായാലും വിഷ്വൽസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഓഡിസി എന്ന് കേൾക്കുമ്പോൾ ഫുൾ ആക്ഷൻ മൂവിയാണ്, അങ്ങനെ പ്രതീക്ഷിച്ച് ഒരിക്കലും ഞങ്ങൾ പോയത്. കാരണം
ഇതൊരു ആക്ഷൻ മൂവി കൂടിയാണ്, പക്ഷേ മോർ ഓഫ് എ ഡ്രാമ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് പോകണം. നിങ്ങളൊരു ഫുള്ളി ഒരു ആക്ഷൻ പാക്ഡ്, ഫുള്ളി ആക്ഷൻ മാത്രം, അൾട്ടിമേറ്റ് ആക്ഷൻ അങ്ങനെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിയലി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു എന്താ പറയുക, അഡ്വഞ്ചർ ഫാൻറ്റസി എപ്പിക്കാണ്. ഭയങ്കര ഇമോഷണലാണ്, പിന്നെ റിയലിസ്റ്റിക് ആണ്, മിത്തോളജിക്കൽ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി ആയിട്ടാണ്. അതായത് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ലെസൺ ലേണിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസേഷൻ ഓഫ് മിസ്റ്റേക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഡീഷ്യസ് എടുത്ത തീരുമാനങ്ങൾ കൊണ്ട് പുള്ളിക്കും കൂടെയുള്ളവർക്കും സംഭവിച്ച ട്രാജഡികൾ, അങ്ങനെ ഒരു ടോട്ടലി ഒരു ലെസൺ, ഒരു ബുക്ക് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണത്. പിന്നെ ഈ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത് ഐമാക്സിലാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഐമാക്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാൻസ് എന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ കണ്ടത് നോർമലാണ്, കാരണം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ഐമാക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപയായിരിക്കും ഏറ്റവും മിനിമം വരാൻ പോണ ചാർജ്. അപ്പോൾ ഐമാക്സിൽ കാണണം, ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണമെന്നുള്ളവർ അങ്ങനെയാണ് ശ്രമിക്കുക. അല്ലാത്തവർ നോർമലായാലും കണ്ടത്. എനിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നിയില്ല, പക്ഷേ ഐമാക്സിലായിരിക്കും ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങളൊരു അൾട്ടിമേറ്റ് ആക്ഷൻ എപ്പിക് അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. എന്താ പറയുക, ഉറക്കോളിയാൻ തോന്നും, ഭയങ്കര ലാകാൻ തോന്നും. പക്ഷേ നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഉദ്ദേശിച്ചാൽ ഒരു സിനിമാറ്റിക് ആർട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത്, ഒരു നോളൻ മൂവിയാണ് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോണ ലവ് ഇറ്റ്. അതായത് സിനിമാറ്റോഗ്രാഫി ആയാലും സൗണ്ട് ആയാലും വിഷ്വൽസ് ആയാലും എല്ലാം സ്റ്റണ്ണിങ് ആണ്. പോയി കാണാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.